പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുറ്റത്ത് മുൻഭാഗത്ത് നാട്ടിലുള്ള പുല്ലുകളെ പറ്റിയാണ്. അതിൻ്റെ പരിചരണവും ഒക്കെയാണ്. അതിനു മുൻപ് നമ്മളെ വീട്ടിലെല്ലാ കോഴികളൊന്ന് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഇത് ഉമ്മാൻ്റെ വീട്ടിലുള്ള കോഴികൾ. നമ്മളെ വീട്ടിൽ കോഴികളില്ല. അവിടെയാണ് വളർത്തുന്നതാണെങ്കിലും നമ്മളെ വീട്ടിലാണ് ഇവരെ സ്വൈരവിഹാരം നടത്തുന്നത്. നമ്മൾ ആട്ടി ഓടിക്കാഞ്ഞാൽ നമ്മളെ ചെടികളൊക്കെ വരെ കൊത്തി നശിപ്പിക്കും. അപ്പോൾ ഇന്ന് പറയുന്നത് പുല്ലുകളെ പറ്റിയിട്ടാണ്. പുല്ല് ഇത് നമ്മളിത് കെയർ ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ഇതോടൊക്കെ ഇന്നലെ പുല്ല് പറിച്ച് ഇതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള പുല്ലുകളിങ്ങനെ നിറയുണ്ട്. അപ്പോൾ അത് നമ്മൾ പറിച്ച് കളയണം. എന്നിട്ടാണ് ഇത് വെട്ടി കൊടുക്കേണ്ടത്. ഇത് പിന്നെ ആ ഭാഗത്ത് കുറച്ച് പുല്ലുകൾ പോയിട്ടുണ്ട്. അവിടെ പറിച്ച് നടണം. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് നമ്മൾ വെട്ടി കളഞ്ഞതാണ്. ഈ മരം ഉണ്ടായാൽ അത് ആ ഭാഗത്ത് ചാഞ്ഞ് നിന്നിട്ട് അവിടെയുള്ള പുല്ലുകളൊക്കെ നാശമായി വേറെ പുല്ലുകൾ വന്നിട്ട് നമ്മളെ പുല്ലുകൾ അത് പറ്റേ നാശമായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിപ്പോൾ വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വളം ചെയ്ത് ഇത് പരിപാലിച്ച് കൊണ്ടു നടക്കാറുണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ പുല്ല് പിന്നെ വളർത്താറുണ്ട്. അത് വളർത്തല്ല, അത് നമ്മൾ മാറ്റിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പുല്ലുകളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അത് മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു ഇതേ വരുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പരിപാലിച്ച് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൽ പുല്ല് പറിക്കാതെ തന്നെ ഒരുപാട് സമയം വേണം. നമ്മൾ തന്നെ പറിക്കണം കേട്ടോ. കൂലിക്കാളെ വിളിച്ച് ചെയ്താലൊന്നും ഒരു ഒക്കില്ല, അത്രക്കും എക്സ്പെൻസീവ് അവർ. ഇവിടെ ഇതിൽ പറിക്കാൻ തന്നെ ഒരു 4 ആളെ പണി എങ്ങനെയായാലും ആവും. അപ്പോൾ കുറേശ്ശെ പറിച്ച് ഏകദേശം നമ്മൾ പറിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഈ പുല്ലിന് നമ്മൾ കാലിവളമൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ കാലിവളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇതിൽ നിറച്ച് ചെറിയ കളകൾ വരും. ഈ ചാണകപ്പൊടിയിലുണ്ടാകുന്ന പുല്ലിൻ്റെ വിത്തുകൾ മുളച്ചിട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാകും. പിന്നെ അത് പറിച്ച് കളയേണ്ടി വരും. അത് പറിച്ച് കളയുക. പിന്നെ നമ്മളിത് ശരിക്കും ഇംഗ്ലീഷ് വളം, യൂറിയ, ഫാറ്റുമസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാവും നല്ലത്. നല്ല പച്ച കളറും കിട്ടും, കളകളുണ്ടാവില്ല. പുല്ലിന് വലിയൊരു പരിചരണമൊന്നും വേണ്ടെങ്കിൽ ഇതിൽ കളകൾ വരണതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ താമരക്കുളത്തിൻ്റെ ഈ വക്ക് ഭാഗത്ത് ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പുല്ല് ഇല്ലാത്ത ഭാഗത്തേക്ക് പറിച്ച് നടണം. അപ്പോൾ ഇതിലൊരു ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. ആമ്പൽ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് ആമ്പലല്ല, ഒരു ചെറിയ ഇല ഉണ്ടാകുന്ന ഒരു മഞ്ഞ കളറുള്ള പൂവാണിത്. ഇത് വിരിഞ്ഞ് വരണുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് പുല്ല് പോയതല്ല, കളഞ്ഞതാണ്. ആ കളനാശിനി അടിച്ചിട്ട് കളയാണ്. ഇത് ഇവിടെ നിറച്ച് തൊട്ടാവാടിയായിരുന്നു, പറിക്കാനും ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് അവിടേക്ക് പുല്ല് നടാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നല്ല കൊത്തി കളിച്ച് പൊടിയാക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പറിച്ച് നടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ ഭാഗമൊക്കെ പുല്ല് വളർന്ന് നിൽക്കണം. അതൊക്കെ വെട്ടി നമുക്ക് വൃത്തിയാക്കി ആ സൈഡ് മൊത്തം നമുക്ക് നേരാക്കി എടുക്കാറുണ്ട്. ഇതിന് നമുക്ക് യൂറിയ ഇട്ട് കൊടുക്കും വേണം. പിന്നെ ലാസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പനുണ്ട്. ഇതിന് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ വെച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ വെറുതെ വെക്കല്ല, അപ്പോൾ ചിലപ്പോൾ അത് പറിച്ച് കളയേണ്ടി വരും. അതിന് വളരാനുള്ള സാഹചര്യം ഉണ്ടോയെന്നാണ്. അത് വലിയൊരു പന പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഒരു ആഫ്രിക്കൻ ചെടിയാണ്, ഇതിൻ്റെ പേരറിയില്ല. പിന്നെ ഈ ചെടി ഇത് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അത് അതിൻ്റെ അടിയിലുള്ള ചെറിയ കൊമ്പുകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നിർത്തണം. ഈ ഭാഗത്തൊക്കെ പിന്നെ പുല്ല് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മളിനി പറിച്ച് നടുന്നുണ്ട്. ആ ഭാഗത്ത് കുറച്ച് പറിച്ച് നട്ടിട്ടുണ്ട്.
അത് ശരിയായിട്ടില്ല, ഒന്നുകൂടി താഴ്ത്തി വെക്കണം. പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഒരു സിമെൻറ്റ് കാലുമല വെച്ചിട്ടുള്ളത്. ഇത് നമ്മളൊക്കെ അതിൻ്റെ ഇതൊക്കെ വെട്ടി ഇട്ടാണ്. നമ്മൾ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ അത് അവിടുന്ന് ഇങ്ങോട്ട് ഭാരം കൂടുതൽ കൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ ട്രോളിയിൽ തള്ളി കൊടുന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടതാണ്. ഭയങ്കര വെയിറ്റാണ്. ഈ ഭാഗത്താണ് പുല്ല് നട്ടിട്ടുള്ളത്. അത് ഇനി പറിച്ചിട്ട് വീണ്ടും താഴ്ത്തി നടണം. ഇനി ഈ അമ്പലക്കുളത്തിൽ ഇന്നും ഇത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ, സമയമാവണുള്ളൂ. രാവിലെ 8 മണി ആയിട്ടുള്ളൂ. ഒരു 10 മണിയാകുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും വിരിയുക. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, പുല്ല് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് താഴ്ത്തി വിടണം. ഇതുണ്ടോ, പുല്ലിൻ്റെ വളർച്ച കൊണ്ട് മേൽഭാഗത്ത് കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിയാക്കി ആദ്യം ഫുള്ള് വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ വളം ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ആ പുല്ലും കൂടെ ഇതിൻ്റെ ഒപ്പം വളരും, ഒരു ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് നമ്മൾ പുല്ല് കട്ട് ചെയ്താണ് കേട്ടോ. അതിന് പിന്നെയും പുല്ലുകൾ, വേറെ പുല്ലുകൾ മുളച്ച് വരുന്നുണ്ട്. അതൊക്കെ പറിച്ചെടുക്കണം. പിന്നെ നമുക്കുള്ള ഒരു പണി ഇതാണ്, ഈ ചാല് പെയിൻ്റ് അടിക്കുക. ഇതിന് റെഡ് അല്ല, ഇതിന് ബ്ലാക്ക് കളറാണ് അടിക്കുന്നത്. അത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു മല പോലെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അതിൻ്റെ മേലെ നിന്ന് വെള്ളം ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ മോട്ടർ നമ്മൾ മഴ കാരണം എടുത്ത് വെച്ചാണ്. വെള്ളത്തിലിറക്കണ മോട്ടർ അതിനൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അതിന് നന്നാക്കിയിട്ട് വേണം. ഇത് ചെറിയ ചാർജൊന്നും ഇല്ലാത്ത ഒരു DC മോട്ടറാണ്. അത് ചാർജ് വലിക്കൊന്നുമില്ല. കുറഞ്ഞ വെള്ളം ഇങ്ങനെ നമ്മളൊരു 1/4 ഇഞ്ച് പൈപ്പിൽ കുറഞ്ഞ സ്പീഡിൽ നമ്മളതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു മോട്ടറാണ്. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ വൈദ്യുതി ചിലവുകൊണ്ട് നമുക്കത് ഈ കുളത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ആ കുളത്തിൽ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ഇവിടെയാണ് മോട്ടർ വെച്ചിട്ടുള്ളത്, ആ ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ തന്നെ കുളത്തേക്ക് വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ തൂണിന് ഇന്നലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു അഭംഗിയായിട്ട് തോന്നുന്നത് ഈ ചീനമുളകാണ്, അതായത് കാന്താരി മുളക്. അതായത് ഈ മുളകിന് പറിച്ചിട്ട് അത് അവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടാനുള്ളൊരു പരിപാടി. പിന്നെ ഇത് ഈ വള്ളി ഇതിമേലത് പൂവായിട്ടില്ല. അത് നമ്മളവിടെ പൂവിടില്ല, തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ ഇത് പൂവിടുള്ളൂ. പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് അവിടെ, ഉഷാറായി വരുന്നുണ്ട്, അത് ഫുള്ളാക്കിയിട്ടില്ല. ഈ പുല്ലിൻ്റെ പരിചരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എടുത്ത് ചാടി നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസിന് ഭയങ്കര പാടാണ്. പിന്നെ അത് ഞാൻ വാങ്ങിയെന്ന് 42 രൂപ ആയിട്ടാണ് സ്ക്വയർ ഫീറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, ഒരു 20-25 സ്ക്വയർ ഫീറ്റ് വാങ്ങിയിട്ട് അത് ചെറിയ പീസുകളാക്കി നട്ടിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു എങ്ങനെയായാലും ഒരു 500 സ്ക്വയർ ഫീറ്റെങ്കിലും നമ്മൾ വാങ്ങേണ്ടി വരും. ഇത് ഫുള്ള് വിരിക്കുകയാണെങ്കിൽ 500-ലല്ല, ഒരു 700 സ്ക്വയർ ഫീറ്റെങ്കിലും നമ്മളിത് വാങ്ങേണ്ടി വരും. അത്രയ്ക്ക് സ്ഥലമുണ്ട്. ഇത് അങ്ങനെ ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ നാറ് നടനമാലോടെ 1 സ്ക്വയർ ഫീറ്റിൽ ഈ 4 ഇത് വരാത്തക്ക രീതിയിലാണ് ഇത് നട്ടത്. അതന്നെ ഒരു 2 മാസം കൊണ്ട് ഇത് ഫില്ലായിട്ടോ. ഇത് ഒക്കെ ഇങ്ങനെ ഫില്ലായി. ഇതിങ്ങനെ വളർന്ന് വരുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇനി ഞാനിവിടെ ഈ ഭാഗത്ത് ഇത് ചെയ്തിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന്. അടുത്തൊരു വീഡിയോ ഞാനത് പിടിക്കുന്നുണ്ട്. ഇതൊരു സിമെൻറ്റ് കാലാണ് കേട്ടോ. സിമെൻറ്റ് ഈ അടുപ്പിൻ്റെ ഒക്കെ ഇടുന്ന പൈപ്പില്ലേ, അതിന്മേലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഒരു റിങ്ങാണ്, ഈ തൂണിൻ്റെ റിങ്. അതങ്ങനെ വെച്ചാണ്. ഇതിപ്പോൾ നമുക്ക് ഇനി എടുക്കാൻ കിട്ടില്ല, അത് പറിച്ച് കളഞ്ഞിട്ട് തന്നെ ആ റിങ് അതിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ ഈ തെച്ചി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. നിങ്ങളത് വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തതാണ്. നല്ല റീച്ചുള്ളൊരു വീഡിയോ ആണ് അത് കിട്ടിയിട്ടുള്ളത്. ഒരു തെച്ചി ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ടാവുന്നുണ്ട്.
അതിൻ്റെ തന്നെ റെഡ് കളറുണ്ട് കേട്ടോ തെച്ചി. ഇത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് നല്ല റെഡ് കളറുള്ള തെച്ചിയാണിത്. നിറയെ പൂവാട്ടോ. ഇത് ഒരു പൂവിൻ്റെ ഒരു ബൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഇതൊക്കെ ചെടികളാണ് കേട്ടോ. നമ്മളെ ചെടികൾ ഇങ്ങനെ ഈ ഭാഗത്ത് ചീര നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെടിയുണ്ട്, പേരറിയില്ല. മറ്റേ കാന്താരി മുളകുണ്ട്, വഴുതനങ്ങ ഉണ്ട്, ചീര ഉണ്ട്, പിന്നെ ഒരു ചെടി പന ഉണ്ട്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വളരണുണ്ട്. അവിടെ ഒരു ചെറിയൊരു കുളം ഞാൻ കാണിച്ചില്ലേ, അതുകൊണ്ട്. സോറി, ക്യാമറ ഒന്ന് കയ്യിൽ നിന്ന് വീണതാട്ടോ. ഈ ആല് നമ്മളവിടുന്ന് പറിച്ച് കൊടുന്ന് നട്ടാന്ന് പറഞ്ഞില്ല. ഇതിങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ വളരണുണ്ട്. അത് പിന്നെ ഇവിടെ ഒരാൾ ഒരു പണി ഒപ്പിക്കണുണ്ട് കേട്ടോ. ഇതാണ്ടോ ഒരു പുഴു, അത് ഈ ഇലക്കെ തിന്നാണ്. അതവിടെ നിന്നോട്ടെ, അതിനും വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഈ മുളകിൻ്റെ ഒരു പ്രശ്നമാണ് ഈ തുരുമ്പിക്കൽ. ഇത് നമ്മൾ ഈ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നേരാവണില്ല. മറ്റേത് കോഴിമുട്ടത്തോട് ഇട്ട് കൊടുത്താൽ അത് ആ തുരുമ്പൽ മാറുന്നത്. ഇതിപ്പോൾ അത് മാറണില്ല. പിന്നെ നമ്മളിവിടെ ഉണ്ടോ ചീരൊക്കെ ഓരോ കോഴിക്കൾ വന്ന് തിന്നുന്നുണ്ട്. അവിടെ കാന്താരി മുളകുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. നല്ല കാന്താരി മുളക് കേട്ടോ. പിന്നെ ഈ തളിരില ഉണ്ടാവുന്ന ഈ ചെടി ഞാൻ 3 വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നല്ല ഉഷാറായി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൊമ്പ് നട്ടാലും ഇത് ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇത് നല്ല തളിരിലയാണ്. ഇത് പക്ഷേ ഒരു മഞ്ഞ കൂടിയ ഒരു റെഡ് കളറാണ്. നല്ല റെഡ് കളറായിട്ട് വരുന്നില്ല. ഇത് രണ്ട് ചെടി വേറെ കളറായിട്ടാണ് വരുന്നത്. ഇത് കാന്താരി മുളക് ഇമെല്ലാം ഉണ്ടാവുന്നുണ്ട്. പിന്നെ വഴുതനങ്ങ ഉണ്ട്. ഇതൊക്കെ പുഴുക്കൾ കുത്തിയിട്ടുണ്ട്. കീടനാശിനി ഒന്നും അടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗത്തിന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കീടനാശിനി ഒന്നും അടിക്കാതെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് ഒന്നും ചെയ്യാത്തത്. പിന്നെ ഇവിടെ കണ്ടോ, നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു ഈ തെച്ചി നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഇങ്ങനെ പിടിച്ച് വരണുള്ളൂ. ചെറിയ തക്കാളിയാണ്. നല്ല തക്കാളി ഉണ്ട്. ഈ ഭാഗത്തും തക്കാളി പിടിച്ചിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ പടർന്ന് പോണ തക്കാളിയാണ്. നമ്മൾ വലിയൊരു തണ്ടുമ്മ കെട്ടി കൊടുക്കുകയാവും നല്ലത്. നല്ല കായ്ക്കും. ഇതിപ്പോൾ നിലത്തൂടെ പടർന്ന് പോവുകയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബിൻ്റെ അത്ര അതിലും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളെ ഫാമിലി ഒന്നും കൂടി ഇതിലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം. അടുത്ത് തന്നെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുള്ളൂ. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും.